ഭക്ഷണം കണ്ടാൽ ഉറക്കെ കരയുന്ന കാക്ക, കരച്ചിലു കേട്ടാലോ ഒത്തുകൂടുന്നൊരു കാക്ക. ഭക്ഷണം കണ്ടാൽ ഉറക്കെ കരയുന്ന കാക്ക, കരച്ചിലു കേട്ടാലോ ഒത്തുകൂടുന്നൊരു കാക്ക. കുത്തിയെടുത്തും കാലിൽ കൊരുത്തും, കുത്തി
വെച്ച് മൂളിപ്പാടും. മൂളിപ്പറക്കണതാരാണ്? മുറ്റവും വീടും പരിസരമെല്ലാം വൃത്തിയിൽ കൊണ്ടു നടക്കേണം. പൊട്ടിപ്പൊളിഞ്ഞതും കീറിപ്പറിഞ്ഞതും മുറ്റത്തൊരിക്കലും ഇട്ടുകൂടാ. വെള്ളം നിറച്ച കുപ്പിച്ചിരട്ടകൾ തൊടിയിലൊരിക്കലും കണ്ടുകൂടാ. കെട്ടിക്കിടക്കുന്ന മാലിന്യ വെള്ളം വീടിന് ചുറ്റും ഒഴുക്കരുത്, വീടിന് ചുറ്റും ഒഴുക്കരുത്. മൂളിപ്പറക്കണതാരാണ്? വെറുതെ ഇരുന്നെന്റെ കവിളത്ത് കുത്തി മൂളിപ്പറക്കണതാരാണ്? വെറുതെ ഇരുന്നെന്റെ കവിളത്ത് കുത്തി മൂളിപ്പറക്കണതാരാണ്? തൊടിയിലും മുറ്റത്തും വീടിനകത്തും ഒരുപാട് മൂളക്കം കേൾക്കുന്നല്ലോ. തൊടിയിലും മുറ്റത്തും വീടിനകത്തും ഒരുപാട് മൂളക്കം കേൾക്കുന്നല്ലോ. ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല ഒരുപാട് മൂളക്കം കേൾക്കുന്നല്ലോ. ഒരുപാട് മൂളക്കം കേൾക്കുന്നല്ലോ. മൂളിപ്പറക്കണതാരാണ്? പാടവരമ്പത്തിലാരാണ് ഈ കുഞ്ഞിക്കുഴിയിട്ടതാരാണ്? പാടവരമ്പത്തിലാരാണ് ഈ കുഞ്ഞിക്കുഴിയിട്ടതാരാണ്? തെരുതേരെ കുഞ്ഞിളം മുട്ടകളിട്ട് തലയിട്ട് നോക്കുന്നതാരാണ്? തെരുതേരെ കുഞ്ഞിളം മുട്ടകളിട്ട് തലയിട്ട് നോക്കുന്നതാരാണ്? തലയിട്ട് നോക്കുന്നതല്ലേ ഞാൻ കണ്ണിട്ട് നോക്കുന്നതാണേ. തലയിട്ട് നോക്കുന്നതല്ലേ ഞാൻ കണ്ണിട്ട് നോക്കുന്നതാണേ. വയറിന്മേൽ കണ്ണുള്ള ഞണ്ടാണേ ഞാൻ ചുറ്റിലും നോക്കുന്നതാണേ. വയറിന്മേൽ കണ്ണുള്ള ഞണ്ടാണേ ഞാൻ മാന്തി കുഴിച്ച കുഴിയാണേ. കാലുകൾ 10 കാണുമ്പോൾ പേടിയാകുന്നു. കാലുകൾ 10 കാണുമ്പോൾ പേടിയാകുന്നു. മുന്നിലെ കാലുകൾ രണ്ടിലും എന്തേ കൊമ്പണോ മുള്ളണോ പല്ലാണോ? മുന്നിലെ കാലുകൾ രണ്ടിലും എന്തേ കൊമ്പണോ മുള്ളണോ പല്ലാണോ? ഞണ്ടുകൾ ഞങ്ങൾ കടിക്കില്ല, ആരെയും ഞങ്ങൾ കടിക്കില്ല. ഞണ്ടുകൾ ഞങ്ങൾ കടിക്കില്ല, ആരെയും ഞങ്ങൾ കടിക്കില്ല. ശത്രുക്കൾ ആരിലും മുന്നിൽ വന്നാൽ കാലോണ്ടിറുക്കി രക്ഷപ്പെടും. ശത്രുക്കൾ ആരിലും മുന്നിൽ വന്നാൽ കാലോണ്ടിറുക്കി രക്ഷപ്പെടും.
എല്ലാവരും ഇന്നലെ കൊണ്ടുവരാൻ പറഞ്ഞ വിത്തുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ? കൊണ്ടുവന്നിട്ടുണ്ട് ടീച്ചർ. ഗുഡ്. എന്നാൽ നമുക്കെല്ലാവർക്കും വിത്ത് നടാൻ പോവുകയല്ലേ? കമോൺ. നോക്ക്, എല്ലാവരുടെ ചട്ടികളുടെ മുകളിലും നമ്മുടെ പേരുണ്ട്. കണ്ടില്ലേ? അലക്സ്. അതെ, എന്റെ ചട്ടിയിലുമുണ്ട്. ജോമിയ, ടോമിക്കുട്ടൻ. കുട്ടികളെ, എല്ലാവരും ഇവിടെ നോക്കിക്കേ. അവരവരുടെ പേരെഴുതിയ ചട്ടികൾ കിട്ടിയില്ലേ? കിട്ടി ടീച്ചർ. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കൊണ്ടുവന്ന വിത്ത് ആ ചട്ടികളിലെ മണ്ണിൽ കുഴിച്ചിടുക. ആദ്യം ടീച്ചർ കാണിച്ചു തരാം, അതുപോലെ ചെയ്താൽ മതി. എല്ലാവരും 2 കൈകളിലും ഗ്ലൗസ് ധരിക്കുക. എന്നിട്ട് ചെടിച്ചട്ടിയിലെ മണ്ണിൽ അല്പം നീക്കുക, ദാ ഇതുപോലെ. എന്നിട്ട് അതിനുള്ളിൽ നിങ്ങളുടെ വിത്ത് നിക്ഷേപിക്കുക. എന്നിട്ട് നീക്കിയ മണ്ണ് അതിന് മുകളിൽ ഇടുക. മനസ്സിലായോ എല്ലാവർക്കും? മനസ്സിലായി ടീച്ചർ. ഇനി എല്ലാരും ആ ടേബിളിൽ വരി വരിയായി നിങ്ങളുടെ ചെടിച്ചട്ടി കൊണ്ടുവച്ചേ. നമ്മൾ എന്തിനാണ് എല്ലാവരുടെയും ചെടിച്ചട്ടികൾ പുറത്തു കൊണ്ടുവച്ചതെന്ന് മനസ്സിലായോ? ടീച്ചർക്ക് കണ്ടോണ്ടിരിക്കാൻ. മിണ്ടാതെ നിൽക്ക്, ടീച്ചർ പറയട്ടെ. ശുദ്ധവായുവും സൂര്യപ്രകാശവും നേരിട്ട് ലഭിക്കാനാണ് ഇവിടെ കൊണ്ടുവച്ചത്. ചെടികൾക്ക് വളരണമെങ്കിൽ ശുദ്ധവായുവും സൂര്യപ്രകാശവും വേണം. അതുമാത്രം പോരാ, എല്ലാ ദിവസവും നമ്മൾ നനച്ചു കൊടുക്കുകയും വേണം. അപ്പോൾ ചെടികൾക്ക് വളരാൻ എന്തൊക്കെ വേണം? ശുദ്ധവായു, സൂര്യപ്രകാശം, വെള്ളം. ഗുഡ്. ഇനി എല്ലാവരും അവരവരുടെ ചെടിച്ചട്ടികൾ നനയ്ക്കൂ. ടീച്ചർ, ഈ വിത്തുന്ന് വീട്ടിൽ കൊണ്ടുപോകുമ്പോഴേക്കും വലുതാവുമോ? ഇല്ലില്ല, ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതുപോലെ ശുദ്ധവായുവും സൂര്യപ്രകാശവും കിട്ടുന്നുണ്ടോ എന്ന് കൂടി നോക്കുക. വിത്തിനെ സംരക്ഷിക്കുക. ഇത്രയും ചെയ്താൽ അത് ഉടൻ ചെടിയായി പുറത്തു വരും. നോക്ക് ജോമി, എന്റെ വിത്ത് മുളച്ചു, ചെറിയ ചെടിയായി. എന്റെ വിത്ത് മുളച്ചിട്ടുണ്ട്. അതെന്താ എന്റെ വിത്ത് മാത്രം മുളയ്ക്കാത്തത് ജോമി? നീ എല്ലാ ദിവസവും നനച്ചു കൊടുത്തിട്ടുണ്ടാവില്ല. ടീച്ചർ പറഞ്ഞിട്ടില്ലേ എല്ലാ ദിവസവും നനച്ചു കൊടുക്കണമെന്ന്? ഉണ്ട്, ഞാൻ എല്ലാ ദിവസവും വന്ന് നനയ്ക്കുന്നതല്ലേ. അലക്സ്, നീയും കണ്ടതല്ലേ? ശരിയാണ്, അവനും എല്ലാ ദിവസവും വന്ന് നനച്ചിട്ടുണ്ട്. എന്തായാലും സാരമില്ല, നീ ടെൻഷൻ ആവാതെ സമാധാനപ്പെട്. ഏതായാലും നനയ്ക്കുന്നത് നിർത്തണ്ട. 2 ദിവസം കൂടെ നമുക്ക് നോക്കാം. ടീച്ചർ പറഞ്ഞതുപോലെ വെള്ളവും ശുദ്ധവായുവും സൂര്യപ്രകാശവും നമ്മുടെ സ്നേഹവും കൂടി നമുക്ക് ഒരുമിച്ച് കൊടുക്കാം. ശരിയാണ് അലക്സ് പറഞ്ഞത്. നമുക്ക് 1-2 ദിവസം കൂടി വെയിറ്റ് ചെയ്ത് നോക്കാം. ഓടിവായോ, എന്റെ മാവും എന്റെ വിത്തും മുളച്ചേ. കൺഗ്രാറ്റുലേഷൻസ് ടോമി. കണ്ടില്ലേ, ക്ഷമ വിജയത്തിന്റെ ആദ്യ പാഠമാണ്. നല്ല ക്ഷമ ഉണ്ടായിരിക്കുക എന്നതാണ് ഏറ്റവും അത്യാവശ്യം. നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെയ്യുന്ന കാര്യം എന്തായാലും അത് വിജയകരമായി പൂർത്തിയാക്കുക എന്നതാണ് പ്രധാനം. താങ്ക് യു അലക്സ്. എന്താ, എന്തു പറ്റി? എനിക്ക് പൊക്കോൺ തിന്നാൻ പറ്റുന്നില്ല, വേദന എടുക്കുന്നു. സാരമില്ല, അത് പല്ലുവേദനയായിരിക്കും. നമുക്ക് ദന്ത ഡോക്ടറെ കാണിക്കാം. ദന്ത ഡോക്ടറോ? അതെന്ത് ഡോക്ടറാണ്?
പല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമ്മൾ ദന്ത ഡോക്ടറെയാണ് കാണേണ്ടത്. അതുപോലെ എല്ലാ അസുഖങ്ങൾക്കും ഓരോ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ഉണ്ട്. പണ്ട് നീ കുഞ്ഞായിരുന്നപ്പോൾ നിന്നെ ആ ഡോക്ടറെ കാണിച്ചിട്ടുണ്ട്. അന്ന് കാണിച്ച ഡോക്ടറാണോ? എന്നാൽ ഞാനില്ല. ആ ഡോക്ടർ അന്ന് എന്റെ 2 പല്ലാണ് എടുത്തുകൊണ്ട് പോയത്. അന്ന് നിന്റെ മുന്നിലുള്ള 2 പല്ലുകൾ ഇളകിയിരിക്കുകയായിരുന്നു. ആരെയും തൊടാൻ പോലും അനുവദിച്ചിരുന്നില്ല. നല്ല കരച്ചിലും. അതുകൊണ്ടാണ് അന്ന് ആ ഡോക്ടറെ പോയി കണ്ടത്. ഡോക്ടർ അന്ന് പല്ല് പറിച്ചു തന്നപ്പോൾ പിന്നീട് വേദനിച്ചിരുന്നോ? ഇല്ല. അതാ അമ്മ പറഞ്ഞത് നമ്മുടെ ഡോക്ടറെ പോയി കാണിക്കാമെന്ന്. ഇല്ലെങ്കിൽ ടോമിക്ക് പിന്നെ ഒന്നും കഴിക്കാൻ പറ്റാതെയാവും. സ്കൂളിലും പോകാൻ പറ്റില്ല. സ്കൂളിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല, കഴിക്കാതെ ഇരിക്കാൻ പറ്റില്ല. വാ, നമുക്ക് ഡോക്ടറെ കാണിക്കാൻ പോവാം. എന്തു പറ്റി? വീണ്ടും പല്ലുവേദന വന്നോ? അതെ ഡോക്ടർ, ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. ഈ പല്ലുവേദന വരാതിരിക്കാൻ എന്താ ചെയ്യുക? പല്ലുവേദന വരാതിരിക്കാൻ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ടോമി. ദിവസത്തിൽ നമ്മൾ 2 തവണ പല്ല് തേക്കണം. 2 തവണയോ? അമ്മയും പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാ ഡോക്ടർ 2 തവണയൊക്കെ പല്ല് തേക്കുന്നത്? ടോമി ഒരു ദിവസം എത്ര നേരം ഫുഡ് കഴിക്കും? അത് പിന്നെ വിശന്നാൽ നമ്മളല്ലാതെ ആവില്ലേ ഡോക്ടർ? അതുകൊണ്ട് വിശക്കുമ്പോഴൊക്കെ കഴിക്കും. അപ്പോൾ അങ്ങനെ കഴിക്കുന്ന ഭക്ഷണങ്ങൾ പല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കില്ലേ? അതുകൊണ്ടാണ് പറയുന്നത് ദിവസത്തിൽ 2 തവണ പല്ല് തേക്കണമെന്ന്. മനസ്സിലായോ? മനസ്സിലായി ഡോക്ടർ. കൈകൾ കഴുകിയില്ലെങ്കിൽ അണുക്കൾ വയറിലെത്തി വയറുവേദന വരുമെന്ന് പഠിച്ചിട്ടില്ലേ? അതുപോലെ തന്നെയാണ് പല്ലു തേച്ചില്ലെങ്കിൽ പല്ലുകൾക്കുള്ളിൽ അണുക്കൾ വന്ന് പല്ലുവേദന വരുന്നതും. ആ അണുക്കളെ നമുക്ക് എന്തുകൊണ്ടാണ് കാണാൻ കഴിയാത്തത് ഡോക്ടർ? അണുക്കൾ വളരെ ചെറുതാണ്, നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയില്ല. ഫുഡിന്റെ അവശിഷ്ടങ്ങൾ പല്ലുകൾക്കിടയിൽ കുറെ കാലം കിടന്നാൽ ആ അണുക്കൾ വന്ന് ആ ഫുഡ് വേസ്റ്റ് കഴിക്കും. അയ്യോ, അപ്പോ ആ അണുക്കൾ അവിടെ കിടന്ന് തടിച്ചു കൊഴുക്കില്ലേ? ടോമി പേടിക്കണ്ട. ഇതുകൊണ്ടാണ് ദിവസവും 2 നേരം പല്ല് തേക്കണമെന്ന് പറഞ്ഞത്. മനസ്സിലായോ? മനസ്സിലായി ഡോക്ടർ. എന്നാൽ വാ, ഞാനൊന്ന് നോക്കട്ടെ എന്താണ് നിന്റെ പല്ലിന് പറ്റിയതെന്ന്. ഏത് ഭാഗത്താണ് വേദന? ദാ ഇവിടെ താഴെ ഇടതുഭാഗത്ത്. ഒരു പല്ല് കേടാണല്ലോ, കറുത്ത പാട് വന്നിട്ടുണ്ട്. കറുത്ത പാടോ? അതെങ്ങനെ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പല്ലിലെ ഫുഡിന്റെ അവശിഷ്ടങ്ങൾ തിന്നുന്ന അണുക്കളെ പറ്റി. അവർക്ക് കൂടുതൽ ഇഷ്ടം മധുരമുള്ള ഭക്ഷണങ്ങളാണ്. അതായത് ഈ ബിസ്ക്കറ്റ്, ചിപ്സ്, മിഠായി പോലുള്ളവ. ടോമി ഇവ കൂടുതലായി കഴിക്കാറുണ്ടോ? അത് പിന്നെ കഴിച്ചാൽ ഇനിയും ഇതുപോലെ എന്റെ അടുത്തേക്ക് വരേണ്ടി വരും. അപ്പോൾ എനിക്ക് പല്ല് പറിക്കേണ്ടി വരും. ഇല്ല ഡോക്ടർ, ഞാൻ ഇനി മുതൽ മധുരമുള്ള ഭക്ഷണം അധികം കഴിക്കില്ല. ദിവസവും 2 തവണ പല്ലും തേക്കും. ഗുഡ് ബോയ്. ഇപ്പോൾ ഞാൻ വേദനയ്ക്കുള്ള മരുന്ന് തരാം. ഇനി ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. താങ്ക് യു ഡോക്ടർ. ഒരു കിളിയുടെ സൗണ്ട് അല്ലേ ആ കേൾക്കുന്നത്? ദേ നോക്ക്, ഒരു പാവം കിളി താഴെ വീണ് കിടക്കുന്നു. നോക്കൂ അലക്സ്, ഇതിന്റെ കാലിനെന്തോ പറ്റിയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ ഉന്നം? ആ കിളി വീണത് കണ്ടില്ലേ? നീയാണല്ലേ കിളിയെ എറിഞ്ഞു വീഴ്ത്തിയത്? അതെ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഉവ്വ്, നിന്റെ അമ്മയോട് പറഞ്ഞ് ഇതിനുള്ള സമ്മാനം വാങ്ങി തരുന്നുണ്ട്. അമ്മയോട് എന്തിനാ പറയുന്നേ? പിന്നെ മിണ്ടാപ്രാണികളെ ഉപദ്രവിക്കുന്നത് നോക്കി നിൽക്കണോ? അവർക്കും നമ്മളെപ്പോലെ വേദനയും വികാരങ്ങളും ഉണ്ട് ടോമി. അതൊന്നും അവനോട് പറഞ്ഞാൽ അവന്റെ തലയിൽ കേറില്ല അലക്സ്. നീ വന്നേ, അവന് വേണ്ട വിധത്തിൽ വേണ്ട രീതിയിൽ അമ്മ പറഞ്ഞു കൊടുക്കും. നമുക്ക് അമ്മയോട് പറഞ്ഞു കൊടുക്കാം. വാ. അയ്യോ,
അമ്മയോട് പറയല്ലേ, ഞാൻ മാങ്ങയ്ക്ക് എറിഞ്ഞപ്പോ അറിയാതെ കൊണ്ടതാ. അല്ലാതെ എന്റെ ഏറൊക്കെ കൃത്യം കൊള്ളുമോ? നിങ്ങൾക്ക് അറിയുന്നതല്ലേ. നിന്നോട് സംസാരിച്ചിട്ട് കാര്യമില്ല. അയ്യോ, അമ്മയോട് പറയല്ലേ, ഞാൻ മാങ്ങയ്ക്ക് എറിഞ്ഞപ്പോ അറിയാതെ കൊണ്ടതാ. അല്ലാതെ. അമ്മേ, ഇത് കണ്ടോ? ടോമി ഈ കിളിയെ അവന്റെ ചവണ വെച്ചെറിഞ്ഞ് ഇതിന്റെ കാല് മുറിഞ്ഞു. എന്ത് പണിയാ നീ കാണിച്ചത് ടോമി? അച്ഛൻ വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എവിടെ നോക്കട്ടെ. പാവം, അതിന് നല്ലോണം വേദന എടുക്കുന്നുണ്ട്. കരയുന്നത് കണ്ടില്ലേ? നീ എന്തിനാ ഇതിനെ ഉപദ്രവിക്കാൻ പോയത്? മിണ്ടാപ്രാണികളെ ഉപദ്രവിക്കാൻ പാടില്ലെന്നറിയില്ലേ? അത് പിന്നെ ആ കിളി എപ്പോഴും എന്റെ കയ്യിലെ ഫുഡ് തട്ടിപ്പറിച്ചു കൊണ്ടുപോകും. ഇന്ന് രാവിലെയും തട്ടിപ്പറിച്ചു. അതാ ഞാൻ ചവണ വെച്ചെറിഞ്ഞത്. നമുക്ക് അതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം. ആദ്യം നമുക്ക് ഈ കിളിയെ ശുശ്രൂഷിക്കാം. നീ ഇവർ ചെയ്തത് കണ്ടില്ലേ? വീണ് കിടന്ന പാവം കിളിയെ എടുത്തുകൊണ്ടുവന്ന് അതിന് വേണ്ട ചികിത്സ ചെയ്തു കൊടുത്തു. എത്രമാത്രം വേദന നീ കാരണം ആ പാവം കിളി സഹിച്ചിട്ടുണ്ടാവും. സോറി അമ്മേ, ഇനി ഞാൻ ഒരു കിളിയെയും ഉപദ്രവിക്കില്ല. എന്നാൽ ടോമി തന്നെ ഈ കിളിയെ ആ മരത്തിനടുത്ത് കൊണ്ടാക്കിയേ. തീർച്ചയായും ആന്റി, ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഈ കിളിയെ ആ മരത്തിൽ കൊണ്ടുവെക്കാം.